നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ പുതിയ SCERT 9ാം ക്ലാസ്സിലെ ഒരു 4ാമത്തെ ലെസൺ ഉണ്ട്. പാർട്ട് 1 ഹിസ്റ്ററിയിലെ 4ാമത്തെ ലെസൺ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറയാണ്. നമ്മുടെ ഈ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസൺ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസവും ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ ഈ 2 ലെസൺ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് സുഖമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ട്ടോ. കാരണം അതിൽ അത്രയും പോയിന്റുകൾ വ്യക്തതയും സ്പഷ്ടതയുമായും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ വ്യക്തികൾക്കൊക്കെ നന്നായിട്ട് അറിയും. ഇനി നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞു പോയിന്റ് പോലും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഈ 2 ലെസൺ പഠിച്ചാൽ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമേ പിന്നെ നമുക്കത് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകും, ഇത് എടുത്തു തരുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ഇതേപോലെ നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജി എന്ത് ചെയ്തിട്ടുണ്ട്, 1ാമത്തെ ചാപ്റ്റർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് എന്നെ കൊണ്ട് ആകുന്നതിന്റെ പരമാവധി ഞാനത് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ലെസൺ എല്ലാ ചാപ്റ്ററുകളിലെയും ബയോളജി ഒക്കെ കംപ്ലീറ്റ് ആക്കി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ തരും കേട്ടോ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കെന്നാ ലെസണിലേക്ക് കിടക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക് കേട്ടോ. അപ്പൊ ഇതിൽ മക്കളെ നിങ്ങൾ ഈ ലെസൺ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ വായിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകല്ലേ. അപ്പോ ഇവിടെ നോക്കൂ മക്കളെ, ഈ ഒരു പോയിന്റിലിടാ ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു കണ്ടോ. ഇതാണ് സ്വാതന്ത്ര്യ പുലരിയിൽ 1947 ഓഗസ്റ്റ് 14-ാം തീയതി, ഓഗസ്റ്റ് 15-നല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. പ്രീവിയസ് ചോദ്യമാണ്, ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇത് ആരുടെ പ്രസംഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. 1947 ഓഗസ്റ്റ് 14. ഇതാണ് ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നോക്കൂ മക്കളെ, 1947 നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷ്യപ്രമേയം ആണോ, ആരാണ് അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോ നിങ്ങളിത് എന്ത് ചെയ്യണം, ഈ ലക്ഷ്യപ്രമേയം മുഴുവൻ കാണാപ്പാടമൊന്നും പഠിക്കണ്ട, ജസ്റ്റ് വെറുതെ ഒന്ന് ഒന്ന് വായിച്ചു തരാം കേട്ടോ. ആ ലക്ഷ്യപ്രമേയത്തില് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് കേട്ടോ. അപ്പൊ ഇത് എപ്പോഴാണ് അവതരിപ്പിച്ചത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1946, ഞാൻ നേരത്തെ 7 എന്ന് പറഞ്ഞല്ലേ, സോറി കേട്ടോ. 1946 ഡിസംബർ മാസം 13, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തത്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് കേട്ടോ. അപ്പൊ ആ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ എന്താണ്, ലക്ഷ്യപ്രമേയത്തിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. 46 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. മറക്കരുത് മക്കളെ, മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നതിൽ ഏറ്റവും ഫസ്റ്റ് എന്താണ്? ഒരു ആമുഖമുണ്ട് അല്ലെ? ഈ ആമുഖം കൊണ്ടുവന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആമുഖം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ് ഈ ആമുഖമായിട്ട് മാറിയത്? ലക്ഷ്യപ്രമേയമാണ് എന്ത് ചെയ്യുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. ഒക്കെയാണോ? ഈ അടുത്ത് നടന്ന എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത വിഷയം ഏതെന്ന് ചോദിച്ചു. ഈ ഭാരതം അല്ലേ, എന്താണ് ഇന്ത്യ, പിന്നെ രാഷ്ട്രപതിയുടെ പദവി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ആരായിരുന്നു? രാഷ്ട്രപതി അല്ലേ? രാഷ്ട്രപതി. നമ്മളിപ്പോ പെട്ടെന്ന് ആർട്ടിക്കിൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ആ രാഷ്ട്രപതി ആർട്ടിക്കിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കില്ലേ? പക്ഷെ കണ്ടോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാരതം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് അല്ലെ? ഭാരതം. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. പഠിച്ചോ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആമുഖമാണ് കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ഈ രീതിയിലാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം. എന്തായിരുന്നു ചോദ്യം? ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം വന്നത് കേട്ടോ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓക്കെയാണോ? ഇനി ഈ ഓർഡർ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. ഈ ബ്രാക്കറ്റിലുള്ളത് ഇത് തിരിച്ചും മറിച്ചും തരും. ചിലപ്പോൾ മതേതര, സ്ഥിതി സമത്വ, ജനാധിപത്യം എന്ന് തരും, ജനാധിപത്യം മതേതര എന്ന് തരും. അങ്ങനെ എന്ത് ചെയ്യും? ഡിസോർഡർ ആയിട്ട് തരും. അപ്പൊ ഈ ഓർഡർ തന്നെ പഠിക്കുക. ഫസ്റ്റ് പരമാധികാര എന്ന് വരണം. രണ്ടാമത് സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇതാണ് ഓർഡർ കേട്ടോ. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഓക്കെയാണോ? അപ്പൊ ഇതും എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോ? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. പഠിക്കണം. പിന്നെ അതിൽ എന്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? ഭാരതത്തിലെ എന്താണ് ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ്. ഓക്കെയാണോ? അതുപോലെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി. കണ്ടോ? നീതി. ആമുഖത്തിലെ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചതാണ്? എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇനി ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും സമത്വവും പിന്നെ എന്താണ്? സാഹോദര്യവും. ഈ മൂന്നെണ്ണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നുമാണ്. ഇതും ചോദ്യമാണ് കേട്ടോ. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ, എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയെ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ നിലവിൽ വരുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതല്ല ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് എന്ന് 49 നവംബർ മാസം 26-ാം തീയതി. ഈ നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ നവംബർ 26 ഭരണഘടനാ ദിനം. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. 49 നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. എങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാ? 1950 ജനുവരി മാസം 26 അല്ലെ? 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. പഠിച്ചോ? അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോക്ക് എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ആമുഖത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്താണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആമുഖത്തിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ. ഏതാണ്? 1949 നവംബർ മാസം 26-ാം തീയതി. ഓക്കെയാണോ? ഇനി നോക്ക്, 1976 ഭരണഘടന 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതി ആക്ട് ഏതാണ്? 2. ഇത് മുഴുവൻ പ്രീവിയസ് ആണ്. ഈ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വകുപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 രണ്ടാം വകുപ്പ് പ്രകാരം പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ്? എപ്പോഴാ നിലവിൽ വന്ന്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 76 42-ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി മാസം 3. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മേൽപ്പറഞ്ഞ ആക്ട് 2-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം എന്താണ്? ഐക്യവും അഖണ്ഡതയും എന്നാക്കി. എന്താണ്?
പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്താക്കി? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. പിന്നെ എന്താക്കി? രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നും മാറ്റി. മറ്റേതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെയാണ് ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഒന്ന് റിവിഷൻ ചെയ്ത് തരട്ടെ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? പറയണം. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പൗരന്മാർക്ക്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇനി ആമുഖത്തിലെ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ്. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് 49 നവംബർ മാസം 26 എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്? അതും ഇതേ ഡേറ്റ് തന്നെയാണ് അല്ലേ? 49 നവംബർ 26 ഇനി 49 നവംബർ 26 1976 42ാം ഭേദഗതിയിലെ അതിലെ 2ാം വകുപ്പ് പ്രകാരമാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ഏതൊക്കെയാണ് കൂട്ടിച്ചേർത്തത്? മതേതരവും സോഷ്യലിസം അല്ലേ? മതേതരവും സോഷ്യലിസം സെക്യുലർ അല്ലേ? സെക്യുലറും കൂട്ടിച്ചേർത്തു. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മേൽപ്പറഞ്ഞ ആക്ട് രണ്ടാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി. പിന്നെ എപ്പോഴാണ് നിലവിൽ വന്നത്? 77 ജനുവരി 3. ഇത്രയും കാര്യങ്ങളൊക്കെയാണോടാ? ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കുറച്ച് നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എല്ലാം പ്രീവിയസ് വന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 46 ഡിസംബർ മാസം 6 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് കേട്ടോ. അതായത് ഒരു ഭരണഘടന നമ്മുടെ ഇന്ത്യക്ക് വേണം എന്ന് ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ഫലമായി എന്ത് ചെയ്യാണ്? ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏതിന്റെ രൂപീകൃതം? ക്രിപ്സ് മിഷൻ, വേവൽ കമ്മീഷൻ, അതുപോലെ ക്യാബിനറ്റ് മിഷൻ ഒക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ വരും, ഓപ്ഷനിൽ വരും. അപ്പൊ ഏതാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ് 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് കേട്ടോ. അങ്ങനെ 46 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുകയാണ്. ആദ്യത്തെ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത കാലയളവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. അപ്പോൾ അംഗീകരിച്ചത് എപ്പോഴാണ്? 49 നവംബർ 26. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗമുണ്ട്, 395 വകുപ്പുണ്ട്, 8 പട്ടികകളുണ്ട്. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 46 ഡിസംബർ മാസം 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടു. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷനായിരുന്നു. കാരണം താൽക്കാലിക അധ്യക്ഷനാക്കിയിട്ട് അതിൽ നിയമിക്കാൻ കാരണം എന്താണ്? അതിൽ ഏറ്റവും പ്രായം കൂടിയത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ഡിസംബർ മാസം 11 തീയതിയാണ് നമുക്കറിയാം. ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയും ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയും ആക്കിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിച്ചു. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത കാലയളവ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്, നിലവിൽ വന്നതല്ല, അംഗീകരിച്ചത് 49 നവംബർ 26. ഇതേ ഒരു ഡേറ്റ് തന്നെയാണ് ആമുഖത്തിൽ ഉള്ളതും. 22 ഭാഗങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എപ്പോ? നിലവിൽ വരുന്ന സമയത്ത് കേട്ടോ. 395 വകുപ്പുണ്ട്, 8 പട്ടികകളാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കൂ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ചോദിക്കും. ഇന്ത്യ, അമേരിക്ക എന്നൊക്കെ തരും കേട്ടോ. ഇന്ത്യയുടേതാണ് കേട്ടോ. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചിട്ടുള്ള വിശദമായ ഉള്ളടക്കം. ഇനി പാർലമെന്ററി ജനാധിപത്യം നമുക്കറിയാം അല്ലെ. നമ്മളിപ്പോ പാർലമെന്ററി എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയും
പ്രധാനമന്ത്രിയും ല്ലേ എന്താണ് ലോകസഭ രാജ്യസഭ അതൊക്കെ ചേർന്നല്ലേ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കാരണം ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെ. നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം ല്ലേ, നീതിന്യായ വിഭാഗം, ഇത് മൂന്നെണ്ണമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിനോട് ബന്ധപ്പെട്ട ഒന്നും മാറി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല. എല്ലാ മൂന്ന് കണ്ണിയും എന്താണ്? ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. മുഴുവൻ അതും ചോദിച്ചതാണ്. എന്താണ്? മുഴുവൻ അയവുള്ളതാണോ? ഫ്ലെക്സിബിൾ ആണോ? അല്ല അല്ലെ. രണ്ടും കൂടി ചേർന്നിട്ടുണ്ട്. ദൃഢവുമാണ് എന്നാൽ അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഭേദഗതി ചെയ്താൽ മതി ഇല്ലേ. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു അയവുള്ളതായിരിക്കും ഇല്ലേ. ഇതെന്തായിരിക്കും? ഒരു ദൃഢമായതായിരിക്കും. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ നൽകുന്നുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മൗലിക കർത്തവ്യങ്ങളിലും ഉൾപ്പെടും. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓരോരോ പോയിന്റ് ആയിട്ട് പഠിച്ചോ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. പാർലമെന്ററി ജനാധിപത്യമാണ്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പിന്നെ ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകള്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ ലോകസഭ അല്ലെ. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകൾ ഉണ്ട്. ഇനി കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം എന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? കേന്ദ്ര ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. അങ്ങനെ എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷത അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് വരുന്നതാണ്. ഇനി നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചിട്ട് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. പഠിക്കണേ. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുമ്പോൾ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന സംവിധാനം. അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന സംവിധാനം പറഞ്ഞാൽ എന്താണ്? ഈ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുക? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അല്ലെ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം എന്ത് ചെയ്യും? വിഭജിക്കപ്പെടും. അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ നമ്മളതിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കൈയെഴുത്തു പ്രതിയാണ് അല്ലെ. കൈകൊണ്ട് എഴുതിയ ദൃഢമായ ഭരണഘടനയാണ്. അധികാര വിഭജനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. അധികാര വ്യവസ്ഥയും പിന്നെ എന്താണ്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഭരണഘടനയിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ഓക്കെ ആണോ? അതായത് എന്താണ് ഫെഡറൽ രാഷ്ട്രം എന്ന് പറയാൻ കാരണം? അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ? ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് പറയുന്നുണ്ട്. ആണ്. പറയുന്നത് മാത്രമാണോ? അല്ല. നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ആ ഫെഡറൽ എന്ന പദം എന്താണ് ഉദ്ദേശിക്കുന്നത്? അധികാരം കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും വ്യാപിപ്പിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെഡറൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഈ ഫെഡറൽ എന്ന പദം ഇല്ല. ഓക്കെ ആണോ? ഫെഡറൽ എന്ന പദം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്.
ഇനി നോക്കൂ, ഭാഗം 1 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞില്ലേ 22 ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ, അതിൽ ഭാഗം 1 എന്താ പറയുന്നത്? യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂണിയന്റെ പേരും ഭൂപ്രദേശവും ആ 1 തന്നെ ഒന്നാണ് പറയുന്നത്. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഓക്കെ ആണോ? 2 എന്താ പറയുന്നത്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. 3 എന്താ പറയുന്നത്? ഭാരതത്തിന്റെ ഭൂപ്രദേശം. ആ ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്ന് പറയുന്നതിൽ വീണ്ടും തിരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഓക്കെ ആണോ? ഇതാണ് ഭാഗം 1 പറയുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം വായിച്ചു അല്ലെ? ഇത് പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം ഫെഡറൽ സംവിധാനം രൂപീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഒരു ഫെഡറൽ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ വരിക? ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഫെഡറൽ സംവിധാനം നമ്മുടെ ഇന്ത്യ സ്വീകരിച്ചത് കേട്ടോ. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചു വെച്ചോ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളെ താഴെ തന്നിട്ടുള്ളതിൽ ഉൾപ്പെട്ടത് ഏത് എന്ന് പറഞ്ഞ 4-5 സ്റ്റേറ്റ്മെന്റ് തന്നാൽ തെറ്റരുത് കേട്ടോ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട്, കണ്ടോ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഇത്ര ഇമ്പോർട്ടന്റ് പറഞ്ഞ സ്ഥിതിക്ക് ശരിയാണല്ലോ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞു. കേൾക്കണ്ടോ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണുള്ളത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സംസ്ഥാന ഭരണഘടന എന്ന് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു ഭരണഘടന. കേരളത്തിന് ഒരു ഭരണഘടന, തമിഴ്നാട്ടിന് ഒരു ഭരണഘടന ഉണ്ടോ? ഇല്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടന അല്ലേ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണഘടനയുടെ പരമാധികാരം അല്ലേ? ഭരണഘടന പ്രകാരമാണ് അല്ലേ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? ഭരണഘടനയാണ് അല്ലെ? പരമാധികാരം ഭരണഘടനയ്ക്കാണ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണോ പോകുന്നത്? അല്ല അല്ലെ? പിന്നെ ഏക പൗരത്വം, നമ്മൾ എല്ലാവരും നേടിയിരിക്കുന്നത് എന്താണ്? ഒരേ ഒരു പൗരത്വമാണ് അല്ലെ? ഇന്ത്യൻ പൗരത്വം അല്ലെ? 2 പൗരത്വം ഉണ്ടോ? ഇല്ല അല്ലെ? ഏക പൗരത്വം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ഭേദഗതി ചെയ്യുന്നതിന് അധികാരം ആർക്കാണ്? ഏറ്റവും മേൽക്കൈ ആർക്കാണ്? കേന്ദ്രത്തിനാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതായത് ലോകസഭയും രാജ്യസഭയും അല്ലേ? ലോകസഭയുമുണ്ട് രാജ്യസഭയുമുണ്ട് നമ്മുടെ ഇന്ത്യയില്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. പിന്നെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ അതാണ് അത് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നതാണ് ഇത് അധികാര വിഭജനം. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കായിരിക്കും? വിഭജനത്തില് അധികാരം എപ്പോഴും ആർക്ക് തന്നെയായിരിക്കും കൂടുതൽ? കേന്ദ്രത്തിന് തന്നെയായിരിക്കും കേട്ടോ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അല്ലെ? ഹൈക്കോടതികളും സുപ്രീം കോടതികളും മുനിസിപ്പൽ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും അടങ്ങിയ ഒരു നീതിന്യായ വ്യവസ്ഥ തന്നെ നമ്മുടെ ഇന്ത്യയില് നിലനിൽക്കുന്നുണ്ട് അല്ലെ? അർദ്ധ ഫെഡറൽ സംവിധാനം അല്ലെ? എന്താണ്? അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരൊറ്റ ഭരണഘടനയുള്ളൂ കേട്ടോ. ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈയാണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും അധികാരങ്ങളും കേന്ദ്രത്തിനാണ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 2 5 4 9 പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചോ കേട്ടോ.
അധികാര വിഭജനം. എന്താണ് അധികാര വിഭജനം? കണ്ടോ, പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇരുന്ന് മൊഡ്യൂളുകൾ പഠിച്ച് മാറ്റി എവിടെ എത്തില്ല അല്ലേ? എക്സാമിന് പോയാലും നമുക്കൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ച് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു നെഗറ്റീവും വരില്ല. അത് നിങ്ങൾ പഠനം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല ലിസ്റ്റിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ വരും. നോക്കൂ, ഡിവിഷൻ ഓഫ് പവേഴ്സ്, 7ാം പട്ടിക, ലിസ്റ്റുകളെ കുറിച്ച് നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു, ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ച് പഠിച്ചു, ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് പഠിച്ചു, ആമുഖത്തെ കുറിച്ച് പഠിച്ചു. കണ്ടോ, ടോപ്പിക്കുകൾ കണ്ടോ, കഴിയുന്ന ടോപ്പിക്കുകൾ ഉണ്ടോ? ഇങ്ങനെ ആയിരിക്കണം പഠനം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുകയാണ്. യൂണിയൻ ലിസ്റ്റ് അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, കണ്ടോ, റെസിഡ്യൂറി പവേഴ്സ്, അവശേഷിക്കുന്ന അധികാരങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ പഠിക്കേണ്ട ലിസ്റ്റുകൾ പഠിച്ചില്ലേ? കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ 1950 ജനുവരി 26, ഇപ്പൊ 100 സംതിങ് ആയിട്ടുണ്ട് അല്ലെ. ഉദാഹരണം ഏതൊക്കെയാണ്? യൂണിയൻ കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ളത് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ യൂണിയൻ ലിസ്റ്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. യൂണിയനിലാരാ? കേന്ദ്ര ഗവൺമെന്റ്. എത്ര വിഷയങ്ങളാണ് തുടക്കത്തില്? 66 വിഷയങ്ങൾ. ഇവിടെ എത്രയാ? തുടക്കത്തില് 97 വിഷയങ്ങൾ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരിക? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരും? കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. കൃഷി, ഓക്കെ, ജയില്, പോലീസ്. പോലീസും ജയിലും കണക്ട് ചെയ്യുക കേട്ടോ. പോലീസും ജയിലും കണക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോരോ കൃഷി, പിന്നെ തദ്ദേശ സ്വയംഭരണം, ഇതൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി, രണ്ടും പഠിക്കണം കേട്ടോ. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, സമവർത്തി ലിസ്റ്റിൽ വരുന്നത് ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏതാണെന്ന് നിങ്ങൾ കടന്നിട്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. കൺകറന്റ് ലിസ്റ്റിന്റെ മറ്റൊരു പേരാണ്, അതിന്റെ മലയാളമാണ് സമവർത്തി ലിസ്റ്റ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും രണ്ടാൾക്കും എന്തുണ്ട്? അധികാരം വിഭജിക്കും. നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കൺകറന്റിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. വരണ നോക്കോ, വരണ വിദ്യാഭ്യാസം, വനം, കണ്ടോ, വിവാഹം, വിദ്യാഭ്യാസം, വനം, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ, ട്രേഡ് യൂണിയനുകൾ. ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് വരുന്നതാണ്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വിവാഹം, ട്രേഡ് യൂണിയനുകൾ, ജനന മരണ രജിസ്ട്രേഷൻ. ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി അവശിഷ്ടാധികാരങ്ങൾ ഏതാ? മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശിഷ്ട അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണാധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ ഇത് ആർക്കാണ്? യൂണിയൻ ലിസ്റ്റ് കേന്ദ്രത്തിന് മാത്രമാണ് അധികാരം. സംസ്ഥാന ലിസ്റ്റില് സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. സമവർത്തി ലിസ്റ്റില് ആർക്കൊക്കെയാണ്? കേന്ദ്രത്തിനും വരും, അതുപോലെ സംസ്ഥാനത്തിനും വരും അല്ലേ? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വരും. പക്ഷെ ഇവിടെ ആർക്കാ? കേന്ദ്രത്തിന് മാത്രമാണ് കേട്ടോ. സൈബർ നിയമങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് കേട്ടോ. റെസിഡ്യൂറി പവേഴ്സ് ആണ്. മനസ്സിലായോ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ. യൂണിയൻ ലിസ്റ്റില് ഏതൊക്കെയായിരുന്നു? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പഠിച്ചോ കേട്ടോ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ്? കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം. കൺകറന്റ് ലിസ്റ്റിലെ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ. വിവാഹം അല്ലെ, വിവാഹം കഴിഞ്ഞാൽ എന്തായാലും ഒരു ജനനം അല്ലെ, ജനനം, വിവാഹം, മരണം. അതങ്ങനെ കണക്ട് ചെയ്താലും മതി കേട്ടോ. ജനിക്കും, വിവാഹം ചെയ്യും, മരിക്കും അല്ലേ? ജനനം, വിവാഹ, രജിസ്ട്രേഷൻ. എന്താണ്? അതിൻ്റെ ഇടയിൽ നമ്മൾ വിദ്യാഭ്യാസം നേടും, വനങ്ങളിൽ നമ്മൾ ടൂറൊക്കെ പോകും അല്ലേ? പിന്നെ ട്രേഡ് യൂണിയനുകൾ. പിന്നെ കൺകറന്റ് ലിസ്റ്റിലാണ് റെസിഡ്യൂറി പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ കേട്ടോ.
ഇനി അധികാരം വേർതിരിക്കലിനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു കോട്ടിംഗ് നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കും. BR അംബേദ്കറുടേതാണ്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഓക്കെ. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം ഇത് ചോദിച്ചതാണ് കേട്ടോ. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡോക്ടർ BR അംബേദ്കർ നടത്തിയ എന്ത് ചെയ്തു? കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് തന്നെ എല്ലാം കൂടി ഇരുന്ന് പറഞ്ഞ ആകെ കൺഫ്യൂഷൻ ആവും. കാരണം ഇനി നമുക്ക് രാജ്യസഭ, ലോകസഭ, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, പിന്നെ എന്താണ് നിയമനിർമ്മാണ വിഭാഗങ്ങൾ, എന്താണ് എക്സിക്യൂട്ടീവ്, എന്താണ് കാര്യനിർവഹണ വിഭാഗം, ഒക്കെ ഈ ലെസണിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ 2 ലെസൺ നന്നായിട്ട് പഠിച്ചിട്ട് വെക്കോ. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നില്ലേ, മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ എവിടെയും ഇവിടെയും കിടന്ന് ഓടാതെ കയ്യിലുള്ളതിനെ നന്നായിട്ട് പഠിച്ചു മാറ്റൂ കേട്ടോ. ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ 100% 110% ഞാൻ നിങ്ങളുടെ കൂടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഏതാ പഠിച്ചാലാണ് ഇവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുക എന്ന് നോക്കി മാത്രമേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇട്ടുള്ളത് തരുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സപ്പോർട്ട് കൂടി വേണം. 1 രൂപ നിങ്ങൾ ചിലവാക്കണ്ട. 1 രൂപ നിങ്ങൾ എനിക്ക് ചിലവാക്കണ്ട. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസുമായിട്ട് വേഗം കാണാം.